ഉത്തർപ്രദേശ് എങ്ങോട്ട് ചിന്തിക്കുമെന്നാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ആകെ 80 മണ്ഡലങ്ങളുള്ള യു.പിയിൽ നിന്നാണ് 16% എംപിമാരും പാർലമെന്റിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ യു.പിയിലെ ലോക്സഭാ സീറ്റുകൾക്ക് വലിയ പ്രാധാന്യമാണ് രാജ്യത്തുള്ളത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഈ 80 മണ്ഡലങ്ങളിൽ 8ഇടത്താണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഭേദപ്പെട്ട പോളിംഗ് ഈ മണ്ഡലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. 60.25% പോളിംഗ്. സഹാറൻപൂർ, കൈരാന, മുസഫർനഗർ, ബിജ്നോർ, നഗീന, മൊറാദാബാദ്, രാംപൂർ, പിലിഭിത്ത് എന്നീ മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ ജനം വിധി എഴുതിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു.പിയിൽ ബി.ജെ.പി. സഖ്യം കരുത്തു കാട്ടിയപ്പോഴും അതിന് ചെറിയൊരു പ്രതിരോധം നടത്തിയ പ്രദേശമായിരുന്നു പടിഞ്ഞാറൻ യു.പിയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. സമാജ്വാദി പാർട്ടിക്കൊപ്പം ജാട്ട് പാർട്ടിയായ ആർ.എൽ.ഡിയും ബി.എസ്.പിയും ചേർന്നതോടെ ദളിത്, മുസ്ലിം, ജാട്ട്, ഗുജ്ജർ വോട്ടുകൾ നിർണായകമായ ഈ പ്രദേശത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ്.പിയും ബി.എസ്.പിയും ബി.ജെ.പിക്കൊപ്പം പിടിച്ചു നിന്നു എന്നും കാണാം. ബി.എസ്.പിക്ക് 3 സീറ്റുകളും സമാജ്വാദി പാർട്ടിക്ക് 2 സീറ്റുകളും 2019 ഇവിടെ നിന്ന് നേടാനും സാധിച്ചു. എന്നാൽ ഇത്തവണ ആ സഖ്യങ്ങളൊന്നുമില്ല. ബി.എസ്.പി. ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ആർ.എൽ.ഡി ആകട്ടെ ബി.ജെ.പിക്കൊപ്പം ചേർന്ന് എൻ.ഡി.എ സഖ്യത്തിലുമാണ്. ഇതോടെ ഈ മേഖലയിലെ തിരഞ്ഞെടുപ്പിന്റെ ചിത്രമെല്ലാം മാറിമറിഞ്ഞു എന്നത് സത്യമാണ്. എങ്കിലും കരുത്തുകൂട്ടി വലിയ പോരാട്ടവീര്യം നടത്തിയാണ് സമാജ്വാദി പാർട്ടി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഇവിടെ രംഗത്തിറങ്ങിയിട്ടുള്ളത്. മുസഫർനഗറിലും ചുറ്റുമായി അരങ്ങേറിയ കലാപത്തിൽ നിന്ന് പടർന്ന തീയിൽ ഉത്തർപ്രദേശിന്റെ മതേതര സ്വഭാവവും ജാതി രാഷ്ട്രീയവും കത്തിയെരിയുകയും വർഗീയതയും ഹിന്ദു മുസ്ലിം വൈര്യവും സംസ്ഥാനത്തിന്റെ മുഖമുദ്രയാവുകയും ചെയ്തു. ഈ കലക്കം വെള്ളത്തിൽ നിന്നാണ് ബി.ജെ.പി. യു.പിയിൽ നേട്ടം കൊയ്തു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ മുസഫർനഗർ അടങ്ങുന്ന പടിഞ്ഞാറൻ യു.പിയുടെ തീരുമാനങ്ങൾ സംസ്ഥാനത്തിന് മാത്രമല്ല രാജ്യത്തിന് മുഴുവൻ പ്രാധാന്യമുള്ളതാണ്. ഈ 8 സീറ്റുകളിൽ 7 സീറ്റുകൾ വീതം ബി.ജെ.പിയും സമാജ്വാദി പാർട്ടിയും മത്സരിക്കുന്നുണ്ട്. ബിജ്നൂർ മണ്ഡലം ഇത്തവണ എൻ.ഡി.എ മുന്നണിയിൽ എത്തിയിട്ടുള്ള ആർ.എൽ.ഡിക്ക് നൽകാൻ ബി.ജെ.പി. തീരുമാനിച്ചപ്പോൾ സഹാറൻപൂർ മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത് കോൺഗ്രസ് ആണ്. മനേകാ ഗാന്ധിയുടെയും മകൻ വരുൺ ഗാന്ധിയുടെയും കുത്തക സീറ്റായിരുന്ന പിലിഭിത്തിൽ ഇത്തവണ വരുൺ ഗാന്ധിക്ക് സീറ്റ് നൽകേണ്ടതില്ലെന്ന് ബി.ജെ.പി. തീരുമാനിച്ചതിനെ തുടർന്ന് ഉത്തർപ്രദേശ് പൊതുമരാമത്ത് മന്ത്രിയുമായ ജിതിൻ പ്രസാദാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി എത്തിയത്. കോൺഗ്രസിന്റെ മുൻ ദേശീയ ഉപാധ്യക്ഷൻ ജിതേന്ദ്ര പ്രസാദയുടെ മകനാണ് മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ അംഗമായിരുന്ന ജിതിൻ പ്രസാദ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ ജിതിൻ പ്രസാദയ്ക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയിരുന്നു. എങ്കിലും സിറ്റിംഗ് എം.പി. വരുൺ ഗാന്ധി പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിന്നത് ബി.ജെ.പിക്ക് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ തർക്കമേയില്ല.